ഇപ്പോൾ മഞ്ഞളാംകുഴി അലി മങ്കട MLA ഉൾപ്പെടെയുള്ളവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പോലീസുകാരും ആശുപത്രി ഉദ്യോഗസ്ഥരും ഡോക്ടർമാരുൾപ്പെടെയുള്ള മറ്റ് ബന്ധപ്പെടാൻ കഴിയുന്നവരോടുമൊക്കെയായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി. ഒപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സലാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇല്ല, ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ച് 9 പേര് മരിച്ചു എന്നുള്ളതാണ്. 4 പേര് ഹോസ്പിറ്റലിലേക്ക് പൊള്ളാച്ചിയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മരിച്ചതിൽ 7 സ്ത്രീകളും ഒരു കുട്ടിയും ഒരു പുരുഷനുമാണുള്ളത്. കുറച്ചാൾ മിസ്സിംഗ് ആണ്. ടോട്ടൽ 16 ആളുണ്ടോ മറ്റോന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള മിസ്സിംഗ് ആണ്, നോക്കണം കൃത്യമായിട്ട് എവിടേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളത്. സ്കൂളിൽ നിന്ന് വിവരം അത് തന്നെ. 16 ആൾ പിന്നെ പോയിട്ടുണ്ടെന്നാണ്. ഇപ്പം 13 ആൾക്കാരാണ് നമുക്ക് പിന്നെ ബോഡി കിട്ടിയിട്ടുള്ളത്. മറ്റേ 4 ആൾക്കാരെ പിന്നെ രോഗികളായിട്ട് അല്ല ആക്സിഡൻ്റായിട്ട് വല്ലാതെ പിന്നെ അസുഖങ്ങളുണ്ട്. വളരെ സീരിയസ്ലി ഇല്ലാണ് അവരൊക്കെ. കോയമ്പത്തൂരിലേക്ക് മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. 4 പേര് ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് പൊള്ളാച്ചിയിൽ നിന്ന് പിന്നെ നമ്മുടെ കോയമ്പത്തൂരിലേക്ക് മാറ്റിയിട്ടുള്ളത്. മൃതദേഹം പൊള്ളാച്ചി തന്നെയാണുള്ളത്. 9 പിന്നെ ബോഡി അവിടെ ഇപ്പോൾ ഉള്ളത്. അവിടെ KMCCയുടെ പ്രവർത്തകർ വളരെ സജീവമായിട്ടുണ്ട്. ഇവിടെ കോയമ്പത്തൂരും പിന്നെ KMCCയുടെ പ്രവർത്തകരുണ്ട്. അവരൊക്കെ കൂടി അവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ആൾക്കാർ അയച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടുന്ന് ആൾക്കാർ പോയിട്ടുണ്ട്. പല ആൾക്കാരും PTA പിന്നെ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇവിടുന്ന് പോയിട്ടുണ്ട്. പരിക്കേറ്റവരും മരിച്ചവരുമായിട്ടുള്ള 13 പേരുടെ കണക്കാണുള്ളത്. അപ്പം 3 പേരുടെ മിസ്സിംഗ് ആണ്. അതിപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെയുള്ള പിന്നെ ഇതിൽ നമുക്ക് കിട്ടുന്നില്ല. ആ സ്ഥലങ്ങളിൽ അല്ല, അതിപ്പോൾ പോലീസിന്റെ അടുത്തിന്റെ ഇവിടെ എന്ന് പറഞ്ഞു പോയ ആൾക്കാരിൽ മരിച്ച ആൾക്കാരുടെ പേരും നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. 16 പേര് പോയി എന്നുള്ള കൺഫേമാണ്. ഇപ്പൊ ആസ് ഇറ്റ് ഈസ് 16 പേര് പോയിട്ടുള്ളതാണ് നമ്മളെ പിന്നെ വിവരം. അല്ല, നമ്മളിപ്പം പിന്നെ ഇവിടെയുള്ള ആൾക്കാരോട് ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ നമ്മുടെ KMCCയുടെ പ്രവർത്തകരുണ്ടല്ലോ പിന്നെ പൊള്ളാച്ചിയൊക്കെ ഉള്ളത്. ഒറ്റ മിനിറ്റ്, ഞാനൊന്ന് അവിടെ നിന്നുള്ളൊരു വിവരമാണിത്. മുസ്തഫ, നീ പൊള്ളാച്ചി എത്തിയോ? ഹോസ്പിറ്റലുണ്ട്. അല്ല, അവിടുന്ന് ഇപ്പം കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി പറഞ്ഞ കുറച്ച് ആൾക്കാരെ. ഹലോ, 4 പേരെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് മുസ്തഫ പറയുന്നത്. ഞാൻ അവിടെ പോലീസിനോട് സംസാരിക്കേ. 3 പേരാ? സീരിയസാ? പെൺകുട്ടിയാ? ചെറിയ കുട്ടിയാ? 20 വയസ്സാ? ശരി, അവിടെ എന്താ വേണ്ട വിചാരിച്ചാൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കട്ടോ. KMCCക്കാരൊക്കെ ഉണ്ടല്ലോ അവിടെ അല്ലേ? ഓക്കെ, DMK ഒക്കെ ഉണ്ട്. ഓക്കെ, ഫൈൻ. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കട്ടോ. ശരി, ഓക്കെ. അതന്നെയാണ് ഇപ്പോഴത്തെ വിവരം. അതാണ്, ഒരു കുട്ടി ഇപ്പോൾ അവിടെ പിന്നെ ഒരു പെൺകുട്ടി അവിടെ ഹോസ്പിറ്റലുണ്ട്. അത്ര സീരിയസ് അല്ല, പൊള്ളാച്ചിയിൽ. മറ്റേ 3 പേരാണ് പിന്നെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. കുട്ടിയുടെ പേര് അത് ഒരു പെൺകുട്ടി 16 വയസ്സാണ്. അവർ പേരൊന്നും ഇപ്പം അങ്ങനെ ഒന്നും കിട്ടില്ലല്ലോ. ഇവിടെയുള്ള ആൾക്കാർ PTA ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ? 16 വയസ്സുകാരി അതുണ്ടാവും. ഇപ്പൊ രാത്രിയൊക്കെയാണ് അതിന്റെ അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. സ്വാഭാവികമായിട്ട് അവിടെയുള്ള DMKയുടെ പ്രവർത്തകരും KMCCക്കാരും ഒക്കെ അവിടെ വളരെ സജീവമായിട്ടുണ്ട്. അവിടെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഡ്രൈവർ ഉൾപ്പെടെയാണോ 16 പേര്? ഡ്രൈവർ ഉൾപ്പെടെ 16 പേര്. വണ്ടിയിൽ എത്ര പേരുണ്ടായിരുന്നു? 16 പേര് ഡ്രൈവർ അടക്കമുള്ളത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മളെ ആസിറ്റീസ് നമ്മുടെ വിവരം. ഇവിടുന്ന് കിട്ടുന്നത്, സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിവരം. അതിന്റെ അത് പോലീസിന്റെ ഇവിടെ ഉണ്ട്, പിന്നെ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഇവിടെ പോലീസുണ്ട്, അവരോടൊന്ന് സംസാരിച്ചാൽ കിട്ടും. നമുക്ക് നോക്കട്ടെ. എവിടെയാണ് പോലീസുള്ളത്? ഇവിടെ ഉണ്ടോ? 16 പേരുണ്ടോ? എവിടെ ഇതുണ്ടോ കൊടുക്കാൻ? ഇതാരൊക്കെ? ഇതാ, ഒന്ന് അജിത 54 വയസ്സ്, റംല 52 വയസ്സ്, സൂറ 43, ആശ 41, മജീദ് 43, സാജിദ 45, ഷക്കീല 37, നൌഷാദ് 39, റുക്കിയ അല്ല അതന്നെ. അല്ല, മരിച്ചവരെ പേരാണ് ഈ പറയുന്നത്. അല്ല, അതിലിപ്പോ 12 പേരാണ് ഇപ്പൊ ഇതിലുള്ളത്. അവര് പിന്നെ
ഡീറ്റെയിൽസ് വന്നതാണെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് അവരുടെ ഫോട്ടോഗ്രാഫ്സ്. ഭക്ഷണം പാകം ചെയ്യുന്ന ആരെ ഇപ്പൊ അത് ഫുള്ളായിട്ടുള്ള രതീഷ്, ഏറ്റവും ഗൗരവത്തിലുള്ളൊരു കാര്യം ഇപ്പം പരിക്കേറ്റവരും ആശുപത്രിയിൽ കഴിയുന്നവരും മരിച്ചവരുമൊക്കെ ആയാലും 13 പേരുടെ പേര് മാത്രമേ നമുക്ക് എണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷെ 16 പേർ പോയിട്ടുണ്ടെന്ന് പ്രാദേശികമായി പറയുന്നുണ്ട്. അത് അപ്പോൾ 3 പേർക്ക് വേണ്ടി ഇനിയും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അവിടെ ജോലി ചെയ്യുന്ന ടീച്ചർ ഉണ്ടായിരുന്നു. അവരെന്നാ അതിൽ 12 പേരുള്ളൂ. അതിൽ 12. 16 പേര് അല്ല, 12 പേര് നിങ്ങൾ പിന്നെ ഇതൊക്കെ നോക്ക്, ബാക്കിയുള്ളവരുണ്ടാവും. മൊത്തം പോയ 16 ആളുകൾ ഉണ്ടോ? പോലീസിന്റെ ഉണ്ടാവും ഇല്ലേ? പോലീസിന്റെ ഇവിടെ എത്ര പേരാണ് പോയത് എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം അവിടെ നിൽക്കുന്നുണ്ട്. പ്രാദേശികമായി 16 പേർ പോയി എന്ന് പറയുന്നു. അതേസമയം നേരത്തെ കോയമ്പത്തൂർ SP സംസാരിച്ചപ്പോൾ 12 പേരെന്നത് ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട ആ വിവരം സ്ഥിരീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അതേസമയം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ചില സൂചനകളുണ്ടായിരുന്നു. വനം വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ ടീം തയ്യാറാണ്. അപ്പോൾ ഒരുപക്ഷെ അത്തരമൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രിയും പരിശോധന നടന്നേക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ അക്കാര്യത്തിൽ വിവരങ്ങൾ ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്.